ഇടത്തുള്ളതും വലത്തുള്ള കരങ്ങൾ ഒരിക്കലും കോർത്ത് പിടിക്കുക. ഈ കരങ്ങളെ നന്നായി ഉയർത്തി എല്ലാവരും കരങ്ങൾ കോർത്ത് ഉയർത്തണം. കരങ്ങൾ കോർത്ത് ഉയർത്താത്ത ഒരാളെ പോലെ ഉണ്ടാകാൻ പാടില്ല. കണ്ണുകളടച്ചു നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി ഈശോടങ്ങൾ നിലവിളിച്ചു പ്രാർത്ഥിക്കുകയും കർത്താവേ, വിദേശത്തായിരിക്കുന്ന ഒരു അവിനാശ് ടീച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവന് വിസയുടെ നല്ല തീരുമാനം ഉണ്ടാകാനും അവൻ ആഗ്രഹിക്കുന്ന കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. MBBS പരീക്ഷ കഴിഞ്ഞു, ഫോറിൻ മെഡിക്കലിൽ ഗ്രാജുവേഷൻ എക്സാമിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് പാർട്ട് ടൈം ജോലി ചെയ്യുന്നവർ, സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, കുടുംബത്തിന് സമാധാനമില്ലാത്തവർ, വിദ്യാർത്ഥിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, വീട്ടിലെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ദൈവ സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, ട്രാൻസ്ഫർ പ്രാർത്ഥിക്കുന്നു. നിരന്തര പണികൊണ്ട് രക്ഷ അനുഭവിക്കുന്ന ധാരാളം പേര്, പ്രത്യേകിച്ച് ഗ്രാൻഡുകളുടെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 8 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിന് ഷുഗറിന്റെ അസുഖം കൊണ്ട് ഇൻസുലിൻ എടുക്കുക. കർത്താവിന്റെ കൃപ ആ കുഞ്ഞിന്റെ മേൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുകയാണ്. സ്ട്രോക്ക് വന്നു ഹൃദയത്തിന്റെ എല്ലാ കരങ്ങളും ഉയർത്തിയേ, എല്ലാ കരങ്ങളും ഉയർത്തിയേ. ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചോ, ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചോ.